നമസ്കാരം. ഇന്നും നമ്മുടെ രേണുസുതി തന്നെയാണ് കണ്ടന്റ്. അപ്പോൾ നമ്മുടെ രേണുസുതി സോഷ്യൽ മീഡിയയുടെ താരമായിട്ട് തിളങ്ങി നിൽക്കുന്ന എയർ ഹോസ്റ്റൽസും ഡാൻസറും അതുപോലെ തന്നെ ഗായികയും അഭിനേതാവും ഒക്കെ ആയിട്ടുള്ള അഭിനേത്രിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ രേണുസുതിയുടെ പുതിയൊരു ആൽബം ഇറങ്ങിയിട്ടുണ്ട്, മന്ദാരച്ചേർ. അതിൻ്റെ അകത്ത് നമ്മുടെ കോഴിക്കോട് ദാസേട്ടൻ കോഴിക്കോട് എന്ന് ആള് നായകരും അതുപോലെ തന്നെ രേണുസുതി നായികയുമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പം അതിനെക്കുറിച്ച് അത് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ രേണുസുതിയെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളം കത്തിക്കും എന്ന്. ഈ ഒരു ആൽബം ഇറങ്ങുമ്പോഴത്തേക്കിന് വളരെയധികം ഞടുങ്ങും, അത്രയധികം ഞടുങ്ങുന്ന ഒരു വാർത്തയായിരിക്കും ഈ ആൽബത്തിൻ്റെ റിലീസ് സംഭവം ഒക്കെ. ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ വളരെ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരിക്കും അരങ്ങേറാൻ പോകുന്നതെന്ന് രേണുസുതി കഴിഞ്ഞ ദിവസം വന്ന് പറയുന്ന ഒരു വീഡിയോ നമ്മൾ കണ്ടതാണ്. അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടതുമാണ്. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സ്ക്ലൂസീവായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. അതിനെക്കുറിച്ച് ഈ രേണുസുതിയെ വീഡിയോ ഇട്ടിട്ടുമുണ്ട്. നമുക്ക് കുറച്ച് അതിൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കിയിട്ട് വരാം. നമ്മുടെ രേണു ചേച്ചി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ അകത്ത് കുറച്ച് എക്സ്ക്ലൂസീവായിട്ടുള്ള രംഗങ്ങളുണ്ട്. പുള്ളിക്കാരത്തി കഴിഞ്ഞ ദിവസം വന്ന സ്റ്റോറിയും ഇട്ടിട്ടുണ്ട്, തൻ്റെ കാര്യം ഇങ്ങനെ എക്സ്ക്ലൂസീവ് രംഗങ്ങളുണ്ടെന്ന്. എന്നാൽ വേണമല്ലോ കുറച്ചും കൂടെ റീച്ച് കിട്ടാൻ, ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്ന് കിള്ളിക്കിഴിഞ്ഞ് നോക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസിക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരത്തി കാണിച്ചിരിക്കുന്ന ഇങ്ങനെ ഒരു കാര്യം സ്റ്റോറി തന്നെ ഇട്ടേക്കുകയാണ്. പുള്ളിക്കാരത്തി ഇനി ഇതിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പം പുള്ളിക്കാരത്തിയുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇമേജിന് വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു പരിപാടി അല്ലേ തന്നെ നമുക്കറിയാവുന്നതാണ്. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വായിക്ക് വരുന്നത് വിളിച്ചു പറയും, നെഗറ്റീവ് മാത്രം, ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പറയാത്തൊരു വ്യക്തിയാണ്. കാരണം നെഗറ്റീവ് കൊണ്ട് തന്നെ പുള്ളിക്കാരത്തി അത്രയധികം വൈറലായിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ആദ്യമേ ഈ ദാസേട്ടൻ കോഴിക്കോട് ദാസേട്ടൻ എന്നാണ് വായി വരുന്നത്. എന്തായാലും ഒന്ന് തന്നെ ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള ചാന്ത് കുടഞ്ഞൊരു സൂര്യൻ മാനത്തു നിന്നുള്ള ആ ഒരു കടപ്പുറത്തു നിന്നുള്ള ആ രംഗങ്ങൾ, അതാണ് ആദ്യമേ ഇവർ രണ്ടും കൂടെ ഒന്നിച്ച് അഭിനയിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ വന്നപ്പം തന്നെ വളരെയധികം റീച്ചായി ഭയങ്കര വൈറലായിട്ടുള്ള മാറിയ ഒരു വീഡിയോ ആയിരുന്നു. അതിനുശേഷം പിന്നീട് വരുന്നതാണ് ഈ ഒരു ഇത്. അതിൻ്റെ അകത്തും നല്ല അടിപൊളി രംഗങ്ങളൊക്കെയാണെന്ന് ചേച്ചി നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് കാണുമ്പോൾ അറിയാം. എന്താ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് വിഷൻ എന്നും പറഞ്ഞ് ഇന്നലെ അങ്ങനെ ഒരു ചാനലിൽ അതിനെക്കുറിച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരത്തി തന്നെ സ്റ്റോറി ഇട്ടേക്കുകയും കൂടിയാണ്, എക്സ്ക്ലൂസീവ് രംഗങ്ങളുണ്ടെന്ന്. അപ്പം പുള്ളിക്കാരത്തിയുടെ ഒരു സ്വഭാവമാണ് ഇങ്ങനെ നേരത്തെ വന്ന് പറയുക, പറഞ്ഞെന്തെങ്കിലും കാര്യങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരത്തി കൂടുതലും അത് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുകയും അങ്ങനെ ഇത് കൂടെ ചെയ്യുമ്പോഴത്തേക്കിനും ആളുകൾ എന്തായാലും അത് പ്രതികരിക്കും എന്നുള്ള കാര്യം അറിയാം. നമ്മളിപ്പം രേണുവിൻ്റെ വീഡിയോ ഇടുമ്പോൾ കുറേ ആളുകൾ, രേണുവിൻ്റെ ഫാൻസ് ആയിട്ടുള്ള ആളുകൾ വന്നിട്ട് രേണു ചേച്ചി ഉയിര് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ഇമോജികളും കാര്യങ്ങളും ഒക്കെ ലഭിച്ചിന് ആ ഒരു ഇതൊക്കെ സിമ്പിൾസൊക്കെ ഇടാറുണ്ട്. അപ്പം അവർക്ക് നമ്മൾ ചിലപ്പം അവരുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെടുകയില്ലായിരിക്കും. പക്ഷേ ഒന്ന് ചിന്തിക്കണം, ഇവർ ഈ നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വന്ന് അത് റിയാക്ഷൻ വീഡിയോ എടുക്കുന്ന ആളുകൾ അതെടുത്ത് റിയാക്ട് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ റീച്ച് ആകുന്നത്, അതിന് വേണ്ടിയിട്ട് കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മളത് ആരും കണ്ടില്ല, മൈൻഡ് ചെയ്തില്ല എന്ന് വെക്കുകയാണെങ്കിൽ രേണു ഇല്ല. കാരണം രേണു അതിന് വേണ്ടിയിട്ട് തന്നെ കാണിക്കുന്നതാണ്. രേണു ഓരോ കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വിളിച്ചു പറയുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ അങ്ങനെയാണ്. നെഗറ്റീവ് കൊണ്ടാണ് രേണു ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോയിൽ വരെ എത്തുകയും ചെയ്തത്. അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരത്തി മുങ്ങിക്കൊണ്ട് എനിക്ക് പോകണം, പുറത്ത് പോകണം, എനിക്ക് കുട്ടികളെ കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി വന്നു. അതിനുശേഷം പിന്നെ പുള്ളിക്കാരത്തിക്ക് ഇന്ന് വരെയും വീട്ടിലിരിക്കാൻ നേരം കിട്ടിയിട്ടില്ലെന്ന് തന്നെ പറയാം. ബഹ്റൈനിലും ദുബായിലും ഒക്കെ ആയിട്ട് പിന്നെ ഇനാഗുറേഷനും കാര്യങ്ങളും ഒക്കെ വീഡിയോ ചിത്രീകരണം കാര്യങ്ങളെല്ലാം ആയിട്ട് ഒരുപാട് തിരക്ക് ആയ ഒരു വ്യക്തിയാണ്. അതൊക്കെ നല്ല കാര്യം തന്നെ, അവർക്ക് ജീവിക്കണം.
പണം ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ട് അവർ ആൽബത്തിൽ അഭിനയിക്കാനോ അല്ലെങ്കിൽ ഇനാഗുറേഷൻ പോവുകയോ ഒക്കെ ചെയ്യുന്നു. അതൊക്കെ ഒരു കുഴപ്പമില്ല. പക്ഷെ വന്നിട്ട് കാണിക്കുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് പ്രതികരിക്കാനാവില്ല. ഒന്നാമത്തെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വെറുപ്പ് തോന്നിയത് ഈ നന്ദികേടെന്നൊരു പ്രവൃത്തി കാണിച്ചതാണ്. കാരണം കയറിക്കിടക്കാൻ ഒരു വീട് പോലുമില്ലാത്ത, ഒരു സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്ത ഒരു സ്ത്രീക്ക് ബിഷപ്പെന്ന് പറഞ്ഞ ആ മനുഷ്യൻ, നല്ലൊരു മനുഷ്യന്, അദ്ദേഹത്തിൻ്റെ പൂർവികന്മാർ കൊടുത്ത ആ മുതലെടുത്ത്, ആ സ്വത്തെടുത്ത് ഈ ഒരു 7 സെൻറ്റ് സ്ഥലം അത് കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഫിറോസ് എന്ന് പറഞ്ഞൊരു മനുഷ്യന് അദ്ദേഹം വീട് വെച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഇവർക്കുണ്ടായ അനുഭവം എന്താണ്? അവരെ അവസാനം എല്ലാ സമൂഹത്തിൻ്റെ മുമ്പിൽ നാറ്റിച്ചു, പരിഹസിച്ചു. അങ്ങനത്തെ നന്ദികെട്ട പ്രവൃത്തി കാണിച്ചാൽ പിന്നെയാണ് ആളുകൾ രേണു എന്ത് പറയുന്നതെന്നും രേണുവിൻ്റെ പിന്നാലെ ആളുകൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രേണു ഇത്രയും റീച്ചായി മാറിയേക്കുന്നതും. അപ്പോൾ അത് രേണുവിനറിയാം. രേണുവിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ അത്രയധികം ചർച്ചയാകില്ല. നെഗറ്റീവാണ് ആളുകളെ കൂടുതലും അതിലേക്ക് ആകൃഷ്ടരാക്കുന്നത്. അതാണ് ശ്രദ്ധിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് മനഃപൂർവ്വം തന്നെ രേണുവും നെഗറ്റീവ് തന്നെ വരുത്തും. അല്ലെങ്കിൽ ഒരു ഇനാഗുറേഷന് പോവുകയാണെങ്കിൽ തന്നെ മീഡിയാസ് വരുവാണെങ്കിൽ ഞാൻ നാളെ ഇന്ന സ്ഥലത്ത് പോവാം കേട്ടോ, ഞാൻ കാലിക്കട്ടുണ്ട്, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തുണ്ട്, എറണാകുളത്തുണ്ട് എന്ന് പറയും. അപ്പം മീഡിയാസ് വരും പുള്ളിക്കാരത്തിനെ കാണാൻ വേണ്ടിയിട്ട്, ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പ്ലാൻ അനുസരിച്ച് രേണു മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇക്ക വിളിക്കും, ഫോൺ വിളിക്കും. ഏതിക്ക? ഇതുവരെയായിട്ട് ഇക്ക എന്ന് പറഞ്ഞൊരു മനുഷ്യൻ വന്നിട്ടില്ല. രേണുവിന് ഇക്ക ഉണ്ട്, ആ ആളുമായിട്ട് വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് എന്താണ് ഛേദം? അങ്ങനെ രണ്ടാമതൊരു വിവാഹം കഴിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നടന്നിട്ടില്ലാത്ത കാര്യങ്ങളൊന്നുമല്ല. അതുപോലെ തന്നെ ഞാൻ മുസ്ലിം മതത്തിലേക്ക് മാറുകയാണെന്നോ എന്തൊക്കെയാ കാര്യങ്ങൾ വിളിച്ചു പറയുന്നതെന്ന് ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. രേണുവിനും അറിയാം ഇതെന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന്. രേണുവിന് അറിയത്തില്ല രേണു പറയുന്നത് എന്തൊക്കെയാണെന്ന്. ചിലപ്പോൾ അത് മനഃപൂർവ്വം പറയുന്നത് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുന്നത് തന്നെ. കാരണം പുള്ളിക്കാരത്തി റീച്ച് ആകാൻ വേണ്ടിയിട്ട് ഒരു കണ്ടൻറ് ഇട്ട് കൊടുക്കുകയാണ്. അതെ പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ആളുകൾ വീഡിയോ ഇടുകയും ചെയ്യും. പിന്നെ എന്നും പുള്ളിക്കാരത്തി സോഷ്യൽ മീഡിയയിൽ ആ ഒരു ഒന്നാം സ്ഥാനത്ത് നിൽക്കണം, വൈറലായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അതിൽ നിന്ന് എന്തൊക്കെയാണ് പുള്ളിക്കാരത്തിക്ക് അതിൽ നിന്ന് നേട്ടം കിട്ടുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും ഇപ്പം ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള വീഡിയോ ആൽബം വന്നിരിക്കുകയാണ്. എത്രത്തോളം വിജയമാണെന്ന് നമുക്കറിയത്തില്ല, വരും ദിവസങ്ങളിൽ അറിയാം. അതൊക്കെ ഒരു നല്ല കാര്യം തന്നെ. പക്ഷേ ഞാൻ അതിൻ്റെ അകത്ത് എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു രംഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം വേറൊന്നാണ്. ഇപ്പം രേണുവിന് ഭയങ്കര റീച്ചാകാൻ വേണ്ടിയിട്ട് രേണു പറയുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടെന്ന് പറയുമ്പോൾ ആണുങ്ങൾ പ്രത്യേകം അത് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നോക്കും എന്ന് രേണുവിനറിയാം, അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ. അതിന് വേണ്ടിയിട്ടിട്ട ഒരു ഇതാണ്. പക്ഷേ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ, അങ്ങനെ ഒരു രംഗങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഇച്ചിരിയൊക്കെ വീഡിയോ കാണിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് ഉള്ള ഭാഗങ്ങൾ അത് കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ വരാഴി എന്ന് പറയുന്നത് വീട്ടിലൊരു കുഞ്ഞു കൊച്ചുണ്ട്. അവനിപ്പം 3, 4, 5 വയസ്സേ കാണുകയുള്ളൂ. പക്ഷേ വളർന്നു വന്ന് കഴിയുമ്പോൾ അവൻ സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ കൂട്ടുകാർ വന്നിട്ട് ചോദിക്കും, എടാ നിൻ്റെ അമ്മയുടെ ആ വീഡിയോ ഉണ്ടല്ലോ, എങ്ങനെയുണ്ട്, എന്തായി എന്ന് ചോദിക്കുമ്പോഴാണ് അന്നേരമേ അത് മനസ്സിലാവുള്ളൂ. അത് ഈ സ്വയം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്ക് എൻ്റെ ഇങ്ങനെ ഭാഗങ്ങളുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എക്സ്ക്ലൂസീവായിട്ടുള്ള വീഡിയോയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്ന ഒരു വ്യക്തി. എൻ്റെ ദൈവം, എന്താണ് ഈ പുള്ളിക്കാരത്തി കാണിക്കുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകർ എങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.